കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം നിർത്തിവെക്കാൻ തിളക്കമെന്ന പേര് പ്രോഗ്രസ് റിപ്പോർട്ടിന്റെയാണ്. തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുവെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഉത്തരവാദിത്തമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും കളക്ടർ പറഞ്ഞു. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്തിട്ട് എവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഏത് ഡേറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ആവശ്യമുണ്ട്. ആസ് ഓഫ് നൗ കോർപ്പറേഷൻ എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല ഈ വിഷയത്തിൽ. ബട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ വിഷയം നടത്തി. അതുകൊണ്ട് ഒരു സംശയമല്ലാതെ ഐ ഹാഡ് ഗിവൻ ഇൻസ്ട്രക്ഷൻ ടു സ്റ്റോപ്പ് ദി ഡിസ്ട്രിബ്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. മോസ്റ്റ്ലി സർട്ടൻ ഇതൊരു വയലേഷൻ ആണ്. കാരണം ഞാനത് മാഗസിൻ ഞാൻ നോക്കി, അതൊരു കോർപ്പറേഷനിൻ്റെ വർക്ക്സിന് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം MCC ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ പാടില്ല, അതൊരു വയലേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ഞാൻ SEC-യിലേക്ക് റെഡി ആക്കുന്നുണ്ട്. സിനോജ് തോമസ് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സിനോജ് തോമസ്. തിളക്കത്തിൽ കരിഞ്ഞോ പ്രചാരണം? ആ തിളക്കമെടുത്ത് മാറ്റിവെക്കാനാണോ നിർദ്ദേശം? സുജപാർവതി, ഗുഡ് ഈവനിങ്. അതായത് തിളക്കം എടുത്ത് മാറ്റിവെക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും മാഗസിൻ്റെ വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് കോഴിക്കോട് കോർപ്പറേഷൻ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന നേട്ടങ്ങൾ ഒരു മാഗസിനായി അച്ചടിച്ചു. അത് LDFന്റെ സ്ഥാനാർത്ഥികൾ വഴി ജനങ്ങൾക്ക് വിതരണം ചെയ്തതെന്നാണ് UDFും BJPയും പരാതി ഉന്നയിച്ചത്. പരാതി മാത്രമല്ല, ദൃശ്യങ്ങൾ സഹിതമാണ് കളക്ടർക്ക് പരാതി നൽകിയത്. അങ്ങനെയാണ് പെരുമാറ്റച്ചട്ടം ലംഘനം നടന്നെന്ന് ജില്ലാ കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വിശദമായ റിപ്പോർട്ട് കളക്ടർ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഈ കഴിഞ്ഞ ശനിയാഴ്ച ആവശ്യപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതായത് പൂർണ്ണ ഉത്തരവാദിത്തം ഈ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ്. അതായത് വികസന നേട്ടങ്ങൾ ഈ ബുക്കായിട്ട് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ അനുമതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിരിക്കുന്നു എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോ സ്ഥാനാർത്ഥി ചെലവിലും ഈ പുസ്തകത്തിൻ്റെ കണക്ക് വരും. അങ്ങനെയെങ്കിൽ ആ പുസ്തകത്തിൽ ആര് പ്രിന്റ് ചെയ്തു, എവിടെ വെച്ച് പ്രിന്റ് ചെയ്തു, എത്ര കോപ്പി പ്രിന്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വേണം. പക്ഷേ ആ തിളക്കമെന്ന മാഗസിനിൽ അക്കാര്യങ്ങളൊന്നും തന്നെ പ്രിന്റ് ചെയ്തിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപാണ് ഈ മാഗസിൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. കൗൺസിലർമാർ മുഖേന നൽകാൻ വേണ്ടിയാണ് പ്രിന്റ് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ ആ മാഗസിൻ എന്തുകൊണ്ട് UDFന്റെയും BJPയുടെയും കൗൺസിലർമാർക്ക് നൽകിയില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രിന്റ് ചെയ്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യാനും സാധിക്കില്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.